കേരള കർണാടക അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം. ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കാണാം. ഗർഭിണിയായ സീതയെ ശ്രീരാമൻ ഉപേക്ഷിച്ച സ്ഥലമായിട്ടാണ് ഈ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. സീതയെ ഉപേക്ഷിച്ച് അനുജൻ ലക്ഷ്മണൻ തിരികെ പോയി. ഹനുമാൻ സീതയോടൊപ്പം നിന്നു. സീതയുടെ പൊൻകണ്ണുനീര് കൊണ്ട് കുഴിഞ്ഞ പ്രദേശത്തിന് പൊൻകുഴി എന്നു പേര് വന്നു എന്നാണ് സങ്കല്പം. സീതയുടെ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞ കണ്ണുനീർ കുളവും ഈ ക്ഷേത്രത്തിന് സമീപത്തുണ്ട്. ശ്രീരാമചന്ദ്രൻ്റെ ഭരണകാലത്ത് ഗർഭിണിയായിരുന്ന സീതയെ സംശയത്തിൻ്റെ പേരിൽ വനവാസത്തിന് കാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പം ഇവിടെയാണ് കൊണ്ടുവിട്ടെന്നുള്ളതാണ് സങ്കല്പമുള്ളത്. സീതാദേവിനെ ലക്ഷ്മണനും ഹനുമാനും കൂടെ ഇവിടെ വന്ന് സീതാദേവിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ലക്ഷ്മണൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഹനുമാനും സീതാദേവിയും കൂടെ ഇവിടെ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സീതാദേവിയുടെ കരഞ്ഞ് സങ്കടം കൊണ്ട് കണ്ണുനീര് വീണ് തടാകം പോലെ ആയതാണ്. അതാണ് കണ്ണുനീർ തടാകം. തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് കണ്ണുനീർ തടാകം എന്ന് പറയപ്പെടുന്നു. കണ്ണുനീർ തടാകം വന്നു ശ്രീരാമ പട്ടാഭിഷേക പ്രതിഷ്ഠയ്ക്ക് പുറമെ സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. സീത മക്കളായ ലവകുശന്മാരോടൊപ്പം വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് പോയത് ഇവിടെ നിന്നാണ് എന്നാണ് ഐതിഹ്യം. കുംഭമാസത്തിലെ 8-9 ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. പ്രദേശത്തെ ഗോത്ര വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ് ഈ ഉത്സവം. ഉത്സവ ദിനത്തിൽ ജില്ലയിലെ ആളുകൾക്ക് പുറമെ അതിർത്തി സംസ്ഥാനമായ കർണാടകയിൽ നിന്നും നിരവധി ആളുകൾ പങ്കെടുക്കും. സീതാദേവി ക്ഷേത്രവും ശ്രീരാമക്ഷേത്രവും ഈ ദേശീയപാതയുടെ ഇരുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സീത, ലക്ഷ്മണ, ഹനുമൽ സമേത ശ്രീരാമചന്ദ്രനാണ് പ്രധാന പ്രതിഷ്ഠ. എതിർവശത്തുള്ള ക്ഷേത്രത്തിൽ ഹനുമാൻ പ്രതിഷ്ഠയും അതുപോലെ സീതാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനം മഹാഗണപതി ക്ഷേത്ര സമിതി നടത്തുന്നത് 1976 മുതൽ ആണ്. 76 വരെ അവിടുത്തെ ആദിവാസികളും വയനാടൻ ചെട്ടി സമുദായക്കാരുമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനം. 1976 വരെ ഗോത്രവർഗ വിഭാഗങ്ങൾ പരിപാലിച്ചു പോന്ന ക്ഷേത്രം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിനു കീഴിലാണ്. ജില്ലയിൽ തിരുനെല്ലി ക്ഷേത്രത്തിനു ശേഷം കർക്കടക വാവദിനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനെത്തുന്നതും പൊൻകുഴി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലാണ്. ന്യൂസ് മലയാളം, വയനാട്.